മാനവും ഉടുപ്പുമില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. കണ്ടില്ലേ ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പുകഴ്ത്തി പാടുന്ന പാട്ടും പാടിയിട്ട് തലയും ആട്ടിയിട്ട് ആ വർഷവൻ നടന്നില്ലേ ആളുകളെ മുമ്പിലൂടെ അദ്ദേഹത്തെ പുകഴ്ത്തിയ പാട്ട് പാടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് CPM-ലാവട്ടെ, കോൺഗ്രസിലാവട്ടെ, BJP-ലാവട്ടെ നിങ്ങൾ ഇടപെടിച്ചാൽ യു വിൽ ക്രിയേറ്റ് സം റിസൾട്ട്. എന്തെങ്കിലും കുറച്ച് റിസൾട്ട് ഉണ്ടാക്കണം. ഒരു മണിക്കൂർ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ആ ചെലവിടുന്നതിന് എന്തെങ്കിലും നമുക്ക് വേഗം കിട്ടണം, എന്തെങ്കിലും ഗുണം കിട്ടണം. ആ ഗുണമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന സേവന മനസ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു കാലഘട്ടത്തിലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അനുകൂലമായ നല്ല കാലാവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, ഇടതുപക്ഷത്തിന്റെ അകത്ത് നാണോ മാനോ ഉടുപ്പുമില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. കണ്ടില്ലേ ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പുകഴ്ത്തി പാടുന്ന പാട്ടും പാടിയിട്ട് തലയും ആട്ടിയിട്ട് ആ വർഷവൻ നടന്നില്ലേ ആളുകളെ മുമ്പിലൂടെ അദ്ദേഹത്തെ പുകഴ്ത്തിയ പാട്ട് പാടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് CPM-ലാവട്ടെ, കോൺഗ്രസിലാവട്ടെ, BJP-ലാവട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഉടുപ്പുമില്ല, നാണവുമില്ല, മാനവുമില്ല. പൈസ ഉണ്ടാക്കുക, മക്കൾക്ക് വേണ്ടി കോടാനുകോടികൾ കട്ടുണ്ടാക്കുക, അതിൽ ജനങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രശ്നമല്ല. അങ്ങനെ ഈ നാടിനും നാട്ടാർക്കും പാർട്ടിക്കാർക്കും വേണ്ടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെതിരെയുള്ള വികാര വിചാരങ്ങൾ ഈ രാജ്യത്തെ ജനമനസ്സിനകത്ത് കത്തിക്കാളുന്നുണ്ട്. ഞാൻ പാർലമെന്റിൽ മത്സരിച്ചു. എനിക്ക് 1,42,000 വോട്ട് കിട്ടി കണ്ണൂരിൽ. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കണ്ണൂരിന്റെ റെഡ് ഫോർട്ട്, ആ റെഡ് ഫോർട്ടിൽ 1,42,000 വോട്ടിന് ഞാൻ ജയിച്ചു. പിണറായി വിജയന്റെ പഞ്ചായത്തിൽ പിണറായിയിൽ ഞാൻ ജയിച്ചു. പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ ധർമ്മടത്തിൽ ഞാൻ ജയിച്ചു. ഭൂരിപക്ഷം കിട്ടി. ആരുടെ വോട്ട? എനിക്ക് കിട്ടിയ വോട്ട് ആരുടെ വോട്ട? കോൺഗ്രസുകാരുടെ വോട്ട് മാത്രമാണോ? അല്ല, CPM-കാരന്റെ വോട്ടടക്കം കേസുദാകരന് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഓരോ ആളുകളും ഉത്തരം കണ്ടെത്തണം. ഞാൻ CPM-ന്റെ കണ്ണിലെ കണ്ട 3 തവണ കൊല്ലാൻ പോർപ്പെടുത്തി ആ കാലഘട്ടത്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ടു വന്നവനാണ് ഞാൻ. ആ എനിക്ക് ചെയ്യാൻ വോട്ട് ചെയ്യാൻ CPM-കാർക്കെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. അതിനവരെ നമ്മോടൊപ്പം നിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന സേവന മനസ്ഥിതി എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് മാത്രം സ്നേഹപുരസരം അപേക്ഷിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് 5 മിനിറ്റ് നിങ്ങളിൽ നിന്ന് വസൂൽ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അരിയാളനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും പകൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.